നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് SI പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്. SI പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്ന ആ സൈക്കോളജി മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പഠിച്ചിരുന്നത് സൈക്കോ അനലറ്റിക് അപ്രോച്ച്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലറ്റിക് അപ്രോച്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിനെ കുറിച്ചും അതേപോലെ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറി ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ 3ാമത്തെ സെഗ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് 45 മാർക്കിനാണുള്ളത്. ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാസിസ് അക്കാഡമി ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്നത് തിയറി ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് എന്നതാണ്. അതായത് ഒരു കുട്ടിയുടെ മനോനില, അത് പ്രത്യേകിച്ച് ലിബിഡോ അഥവാ ലൈംഗികത എന്ന് പറയുന്നത്, അതായത് ലൈംഗികതയുമുണ്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്രമണ വാസനയുമുണ്ട്. അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ ലിബിഡോ എന്നാണ് പറയുന്നത്. ലിബിഡോ എന്ന് വെച്ചാൽ ലൈംഗിക തൃഷ്ണയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ലൈംഗിക തൃഷ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ലൈംഗികതയുടെ വികാസവും അദ്ദേഹത്തിൻ്റെ ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബേസ്ഡ് ഓൺ ലിബിഡോ 5 സ്റ്റേജുകളുണ്ടെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ലൈംഗിക വികാസം അതാണ് ഭാവിയിലേക്ക് പലപ്പോഴും ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. ചില ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് പലരെയുമൊക്കെ നയിക്കുന്നത് ഈ 5 ഘട്ടങ്ങളിലൂടെ രൂപപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഓരോ ഘട്ടത്തിലും നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിൽ നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ലൈംഗികത എന്ന് പറയുന്നത് ഓരോ ഭാഗത്തായിട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈംഗികത കേന്ദ്രീകരിക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന ഒരു ഇറോജനസ് സോൺ എന്നാണ്, അതായത് ലൈംഗിക കേന്ദ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടി ഒരു പരിപൂർണ വളർച്ചയുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്ന കാലഘട്ടം വരെ ആ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് പല ഭാഗങ്ങളിലായിട്ടാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതിനെ 5 ഘട്ടങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് ഓറൽ സ്റ്റേജ് അഥവാ വദന ഘട്ടം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് അനൽ സ്റ്റേജ് അഥവാ ഗുദഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തേത് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. നാലാമത്തേത് ലാറ്റൻസി സ്റ്റേജ് അഥവാ നിർലീന ഘട്ടം എന്നറിയപ്പെടുന്നു. അഞ്ചാമത്തേത് ജെനിറ്റൽ സ്റ്റേജ് അഥവാ ജനനേന്ദ്രിയ കേന്ദ്രം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ലൈംഗിക വികാസമുണ്ടാകുന്നത് എന്നാണ് തിയറി ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഓറൽ സ്റ്റേജ്. എന്താണ് ഓറൽ സ്റ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടിക്ക് 2 വയസ്സ് ആകുന്നതുവരെയുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിനെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ്, നമ്മുടെയൊക്കെ വീട്ടിൽ കാണും ഒരു കൊച്ചു കുഞ്ഞ്. ആ കൊച്ചു കുഞ്ഞിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ ആ മുഖത്തെ അല്ലെങ്കിൽ ആ ശരീരത്തിലെ ഭാവവ്യത്യാസം എന്ന് പറയുന്നത്? ആ കുട്ടി എപ്പോഴും എന്തായിരിക്കും, അവൻ്റെ വായ അല്ലെങ്കിൽ അവൻ്റെ ചുണ്ടുകൾ അല്ലെങ്കിൽ നാക്ക് ഇതെല്ലാം എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കും. കയ്യിൽ കിട്ടുന്നത് എന്തും എടുത്ത് വായിൽ വയ്ക്കുവാനുള്ള ഒരു പ്രവണതയൊക്കെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കുട്ടിക്ക് ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു സുഖാനുഭൂതി ലഭിക്കുന്നത് അവൻ്റെ ആ നുകരുന്നതിലൂടെയാണ്. അതായത് മുലപ്പാൽ കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചെറിയ ആഹാര സാധനങ്ങൾ വായിലിട്ട് ചവയ്ക്കുന്നതിലൂടെ, കല്ല്, മണ്ണ്, കടലാസ് ഇതെല്ലാം എടുത്ത് വായിൽ വെച്ച് ചപ്പി കുടിക്കുന്നതിലൂടെ, അതേപോലെ കടിക്കുന്നതിലൂടെയൊക്കെയാണ് ഒരു കുട്ടിക്ക് ഒരു ആനന്ദം ഉളവാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ വലിച്ചു കുടിക്കുന്നതിനോ നുകരുന്നതിനോ ഉള്ള ആ സാഹചര്യമൊന്നും ലഭിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടിക്ക് ഫിക്സേഷൻ അഥവാ സ്തംഭനം എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇത്തരത്തിൽ സ്തംഭനാവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് പൊതുവെ കുറവായിരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇഷ്ടാനുസരണം യഥേഷ്ടം നുകരുവാനും കടിക്കുവാനും ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത് ആത്മവിശ്വാസം കൂടുതലുള്ള ഒരുവനായിട്ട് വളർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് 0 അല്ലെങ്കിൽ ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ആ ഓറൽ സ്റ്റേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് നിർവചിച്ചിരിക്കുന്നത്.
അതിനുശേഷം 2 വയസ്സിന് ശേഷമുള്ള ആ കുട്ടി അവൻ്റെ ആ നുകരുന്ന അനുഭൂതിയിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ലഭിക്കുന്ന ആ സുഖത്തിൽ നിന്നും മറ്റൊരു സുഖത്തിലേക്ക് വ്യതിചലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ അനൽ സ്റ്റേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് അനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 2 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ മലമൂത്ര വിസർജന കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം അല്ല, എന്തായിരിക്കാം, കിടക്കുന്ന കിടപ്പിൽ അല്ലെങ്കിൽ നടക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഇടുന്ന വസ്ത്രത്തിലൊക്കെ ആയിട്ടായിരിക്കും ആ കുട്ടി മലമൂത്ര വിസർജനം ചെയ്യുന്നത്. എന്നാൽ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുകയാണ്. എപ്പോഴാണ് മൂത്രമൊഴിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂത്രമൊഴിപ്പിക്കുക, അതല്ലെങ്കിൽ മൂത്രമൊഴിപ്പിച്ചിട്ട് കിടത്തുക, അല്ലെങ്കിൽ എന്തായിരിക്കാം നമ്മുടെ മലമൂത്ര വിസർജനത്തിന് പ്രത്യേക സമയങ്ങളൊക്കെ നിർണ്ണയിക്കുന്നു. അതായത് ഇന്ന സമയത്ത് രാവിലെ ഇത്ര ഇതിനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതായത് നമ്മുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഇരുത്തി അല്ലെങ്കിൽ ആ ടോയ്ലറ്റിൽ കൊണ്ടുപോയി നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് ആ കുട്ടിയെ പിടിച്ചു വയ്ക്കുക, അതല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുക, ഈ ഒരു ഘട്ടത്തിൽ കുട്ടിക്ക് ചെറിയ ഒരു ആനന്ദം അനുഭവപ്പെടുന്നു എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് ചെറിയൊരു ആനന്ദം ലഭിക്കുന്ന കാലഘട്ടമാണ് ഈ അനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല ശുചിത്വ ഘട്ടം എന്നുകൂടി ഈ ഒരു ഘട്ടം അറിയപ്പെടുന്നുണ്ട്. ശുചിത്വ ഘട്ടം, അതായത് ആ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിട്ടവട്ടങ്ങളെല്ലാം രൂപപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതാണ് 2ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട് അല്ലേ. 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടമാണ് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലിംഗഘട്ടം അതായത് എന്തായിരിക്കും, അതായത് കുട്ടി തിരിച്ചറിവിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. അതായത് എതിർലിംഗത്തെ തിരിച്ചറിയുന്നു. അതായത് ഞാൻ ആൺകുട്ടിയാണോ ഞാനൊരു പെൺകുട്ടിയാണോ എന്ന് കുട്ടി തിരിച്ചറിയുന്നൊരു കാലഘട്ടമാണ്. ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നുമുള്ള വേർതിരിവ് സ്വമേധയാ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതായത് ഒരു 3 വയസ്സ് മുതൽ തന്നെ തുടങ്ങുന്നു അല്ല, ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന കാലഘട്ടമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസമെല്ലാം കുട്ടി തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളിലേക്ക് പതുക്കെ വഴിമാറി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. അതായത് ആ ലൈംഗിക അവയവങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക. നമ്മൾ കണ്ട കൊച്ചു കുട്ടികളെല്ലാം അല്ലേ, അവരുടെ ആ ജനനേന്ദ്രിയത്തിലേക്ക് പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികളായിരിക്കുന്നത്, അതായത് അവർ അവിടെ സ്പർശിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാനസിക ഉല്ലാസമാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അതായത് ലൈംഗിക വികാരങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കോംപ്ലക്സുകൾ കണ്ടുവരുന്നത്. ആ കോംപ്ലക്സുകൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും അതേപോലെ തന്നെ ഇലക്ട്രോ കോംപ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്നുമാണ്. അപ്പോൾ എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്, എന്താണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പിതാവിനോട് അതിഭയങ്കരമായ ദേഷ്യം, പിതാവ് മാതാവിനോട് സംസാരിക്കുന്നത് ഒന്നും തന്നെ കുട്ടിക്ക് ഇഷ്ടമല്ല. മാതാവ് എന്ന് പറയുന്നത് എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് അമിതമായ ഒരു സ്നേഹവും അച്ഛനോട് ഒരു വിദ്വേഷവും ഒരു കുട്ടിക്ക് ഉടലെടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കോംപ്ലക്സ്, അതിനെയാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് അഥവാ മാതൃകാമന എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ ഒരു പെൺകുട്ടിക്ക്, അതായത് ഈഡിപ്പസ് കോംപ്ലക്സ് ആർക്കാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് കൂടുതലും ഉണ്ടാകുന്നത് ആൺകുട്ടികൾക്കാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. എന്നാൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആണ് ഇലക്ട്ര കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹവും താല്പര്യവും എല്ലാം ഉണ്ടാകുന്നത്. അച്ഛനോട് മറ്റാരെങ്കിലുമൊക്കെ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇപ്പം അമ്മ ആ കുട്ടിയോട് അല്ലെങ്കിൽ അച്ഛനോട് എങ്ങനെയാണ് ഇടപഴകുന്നത്, അമ്മയെ ആ കുട്ടിയോട് ഇടപഴകുന്നതിൽ കുട്ടിക്ക് കുഴപ്പം കാണില്ല. പക്ഷേ അമ്മ അച്ഛനുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്ര കോംപ്ലക്സ് അഥവാ പിതൃകാമന എന്ന് പേരിട്ടുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് ശേഷം വരുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടമാണ് ലേറ്റൻസി സ്റ്റേജ് അഥവാ നിർലീന ഘട്ടം എന്നറിയപ്പെടുന്നൊരു കാലഘട്ടമുണ്ട്. നിർലീന ഘട്ടം എന്താണ് നിർലീന ഘട്ടം എന്ന് നമുക്കൊന്ന് നിർവചിക്കാം. അതായത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ജീവിത കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നിർലീന ഘട്ടം എന്ന് വിളിക്കുന്നത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ കാലഘട്ടത്തിനെയാണ് നിർലീന ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് സ്വലിംഗത്തിൽപ്പെട്ടിട്ടുള്ള കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ, അതായത് സമാന സ്വഭാവമുള്ള സമാന ലിംഗത്തിൽപ്പെട്ട കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നു, ഒരു ഗ്യാങ് ആയിട്ട് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടമാണ് 5 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.
ഈ കാലഘട്ടത്തിലാണ് ഈറോജെനസിസ് സോൺ, അതായത് ലൈംഗിക ഉത്തേജന ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവില്ല. അതായത് 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളൊരു കാലഘട്ടത്തിൽ എന്തായിരിക്കും ആ ഉത്തേജനം എന്ന് പറയുന്നത്, ലൈംഗിക ഉത്തേജനം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്നില്ല. പക്ഷേ വികാരങ്ങൾ എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനിയുള്ളത് എന്താണ്? 5ാമത്തേത്, ഇതിന് ശേഷം വരുന്ന ഘട്ടമാണ് ജനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? ജനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന കാലഘട്ടമാണ് അടുത്ത കാലഘട്ടം. അതായത് ലൈംഗിക ഘട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജനറ്റിക് സ്റ്റേജ് എന്ന് വെച്ചാൽ ലൈംഗിക ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? എത്രയാണ്? 12 വയസ്സ് മുതലാണ് ഈ ഒരു ഘട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം ആരംഭിക്കുന്നത് എന്ന് മുതലാണ് 12 വയസ്സ് മുതലാണ് ഈ ഒരു ഘട്ടം ആരംഭിക്കുന്നത്. 12 വയസ്സിന് ശേഷം എന്തായിരിക്കും? ഈറോജെനോസിസ്, അല്ലെ? ഈറോജെനോസ് എന്ന് പറയുന്ന, അതായത് ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത്, അല്ലെ, ലൈംഗിക അവയവങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതായത് എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് താല്പര്യം ഉണ്ടാകുന്നതും ഒരു പുരുഷനുണ്ടാകുന്ന അതേ തരത്തിലുള്ള ലൈംഗിക വികാരങ്ങളും ചിന്തകളുമെല്ലാം ഒരു കുട്ടിയിൽ രൂപപ്പെടുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഒരു ജനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലറ്റിക് അപ്രോച്ചിലുള്ള 3ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടയും ഒരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കുന്നത് എന്താണ്? ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഹ്യൂമൻ ബിഹേവിയറിൽ ഒന്നായിട്ടുള്ള സൈക്കോ അനലറ്റിക് അപ്രോച്ചാണ് നമ്മളിപ്പോൾ വിശദമായ രീതിയിൽ തന്നെ പഠിച്ചിരിക്കുന്നത്. ഇതേപോലെ ഇതര വിഷയങ്ങളും ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെന്നും സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ബാസിസ് അക്കാഡമിയുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ 9846183166. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.